2009 നടന്ന സംഭവത്തിൽ ബംഗാളി നടി കൊടുത്ത പരാതിയും 2012 ബംഗളൂരുവിൽ വെച്ച് നടന്ന സംഭവത്തിൽ യുവാവ് നൽകിയ പരാതിയും കോടതി തള്ളിക്കളഞ്ഞത് കാലതാമസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് രഞ്ജിത്തിനെതിരെ 2 കേസുകൾ തള്ളിപ്പോയത്. ഇപ്പോഴിതാ സ്വന്തം സെറ്റിൽ കാരവാനിൽ വെച്ച് ഒരു നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ രഞ്ജിത്ത് ഇപ്പോൾ സബ് ജയിലിൽ കഴിയുകയാണ്. ആരാണ് രഞ്ജിത്ത്? രഞ്ജിത്തിന്റെ ഫിലിമോഗ്രഫി എന്താണ്? രഞ്ജിത്തിന്റെ ഉയർച്ച താഴ്ചകൾ എങ്ങനെയാണ്? സിനിമാ ജീവിതം, കരിയർ ഒന്ന് പരിശോധിക്കാം. വളരെ യാദൃശ്ചികമായി സിനിമാ മേഖലയിലേക്ക് വന്ന വ്യക്തിയാണ് രഞ്ജിത്ത്. അലക്സ് കടവിൽ എന്ന തന്റെ സുഹൃത്തിന്റെ സഹായത്തോടു കൂടിയും ഇൻസ്പിറേഷനോടു കൂടിയാണ് രഞ്ജിത്ത് സിനിമയിലേക്ക് വരുന്നത്. ഒരു മെയ് മാസ പുലരിയിൽ എന്ന സിനിമയുടെ കഥ എഴുതിക്കൊണ്ടാണ് രഞ്ജിത്ത് സിനിമാ മേഖലയിലേക്ക് വരുന്നത്. പക്ഷേ അവിടെ നിന്നതിനേക്കാൾ ഉപരി രഞ്ജിത്ത് ആളുകളിലുള്ളിൽ അറിയപ്പെട്ടിരുന്നത് ഒരു തിരക്കഥാകൃത്തായിട്ട് തന്നെയാണ്. തുടക്കം കുറിച്ചതും അങ്ങനെ തന്നെയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതിനകത്ത് തുടക്കം കുറിക്കുന്ന 1997 ആറാം തമ്പുരാൻ എന്ന സിനിമ വരുന്നതോടുകൂടിയാണ് അതിൽ തിരക്കഥാകൃത്തായിട്ടാണ് രഞ്ജിത്ത് എത്തുന്നത്. അതിന് മുമ്പെയുള്ള സിനിമകളിൽ തിരക്കഥാകൃത്തുകളെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം 1989 തുടങ്ങിയ തിരക്കഥാകൃത്ത് ജീവിതത്തിൽ നിന്ന് പോലും ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് രഞ്ജിത്ത് ഒരു വലിയ ആളുകളിലേക്ക് അറിയപ്പെടുന്നത്. ഇപ്പോൾ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി ആവട്ടെ, പൂക്കാലം വരവായി ആയിക്കോട്ടെ, ദേവാസുരം 1992 ഇറങ്ങിയതായിക്കോട്ടെ, ഇതെല്ലാം ആളുകളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ദേവാസുരം ഒക്കെ എത്തിയപ്പോഴേക്കും ആളുകളുടെ ഉള്ളിലേക്ക് കുറച്ചുകൂടി രഞ്ജിത്തിനെ അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് കുറേ സിനിമകൾ, ഇപ്പോൾ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തൊക്കെ അദ്ദേഹം കഥയാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ടാണ് ദേവാസുരത്തിൽ നിന്ന് ആറാം തമ്പുരാനിലേക്ക് 1997 വരുമ്പോൾ ഒരു വലിയ ഷിഫ്റ്റ് വരുന്നത്. ഒരു പൗരുഷത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്ത ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിന് പിന്നിൽ ആ പേപ്പറിൽ എഴുതിക്കൊണ്ടിരുന്ന കരങ്ങൾ രഞ്ജിത്തിൻ്റെതാണ്. പിന്നീട് അങ്ങോട്ടേക്ക് വന്ന സിനിമകളും അതുപോലെ തന്നെയാണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങോട്ടേക്ക് വന്ന സിനിമകളിലായിക്കോട്ടെ, ഇപ്പോൾ കോമഡി സിനിമകളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സമ്മർ ബെല്ലയും പോലൊരു സിനിമയുടെ തിരക്കഥാകൃത്തും അദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ ഉസ്താദ് എഴുതിയത് അദ്ദേഹമാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പിന്നീട് അങ്ങോട്ട് കണ്ടത് രഞ്ജിത്തിൻ്റെ ഒരു മാസ് എലിവേഷൻ നിൽക്കുന്ന സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആണ്. ഇപ്പോൾ ഉസ്താദ് ആയിക്കോട്ടെ, വല്യേട്ടനായിക്കോട്ടെ, നരസിംഹം എന്ന സിനിമയായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ കൃത്യമായി ഫ്യൂഡൽ മാടമ്പിത്തരവും ഒരു സവർണ ജാതിക്കാരൻ്റെ എല്ലാ രീതിയിലുമുള്ള സമൂഹത്തിലുണ്ടാവുന്ന അവരുടെ മുന്നേറ്റമൊക്കെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് തന്നെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ സംഭാഷണങ്ങളൊക്കെ തന്നെയുണ്ട്. നരസിംഹത്തിൻ്റെ ക്ലൈമാക്സ് ഡയലോഗാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരുപാട് അദ്ദേഹത്തിന് ഇതുപോലുള്ള സംഭാഷണങ്ങൾ, സ്ത്രീവിരുദ്ധമായി നിൽക്കുന്ന സംഭാഷണങ്ങൾ ഉൾപ്പെടെ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അന്ന് അത് പൗരുഷത്തിൻ്റെ പ്രതീകമായിട്ടാണ് കൂട്ടിയിരുന്നത് എന്നത് പറയേണ്ടി വരും. കാരണം അതുകൊണ്ടാണല്ലോ മോഹൻലാൽ ഒരു മാസ്കുലിൻ ഇമേജ് അന്ന് ഇതുപോലുള്ള സംഭാഷണങ്ങൾക്ക് കൊടുത്തിരുന്നതിൻ്റെ പേരിൽ സമൂഹം തന്നെ ചാർത്തി കൊടുത്തിരുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനത്തിലേക്ക് കടക്കുന്നത്. ആ സിനിമയുടെ പേരാണ് രാവണപ്രഭു ദേവാസുരത്തിൻ്റെ 2ാം ഭാഗമായിട്ടാണ് വന്നത്. ആ സിനിമ ഭയങ്കരമായ ബോക്സ് ഓഫീസ് വിജയമുണ്ടാക്കിയതോടുകൂടി രഞ്ജിത്ത് എന്ന സംവിധായകനും അവിടെ നിന്ന് ഉയരുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം ചെയ്തത് രാവണപ്രഭുവിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ട് 2002 നന്ദനം എന്ന് പറയുന്ന സിനിമയാണ്. നന്ദനത്തിലാണ് പൃഥ്വിരാജ് സുകുമാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതിലാണ് രഞ്ജിത്ത് പിന്നീട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മീഴി രണ്ടിലും എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് 2004 കാരയ്ക്കാമുറി ഷൺമുഖൻ എന്ന് നമ്മൾ ഇന്ന് മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന കഥാപാത്രം ചെയ്ത ബ്ലാക്ക് എന്ന സിനിമ കൊണ്ടുവരുന്നത്. ഇതേ കാരയ്ക്കാമുറി ഷൺമുഖൻ്റെ കഥാപാത്രം സ്പിൻ ഓഫ് ആയിട്ടാണ് രഞ്ജിത്ത് ഇപ്പോൾ ഈ പോലീസ് സിനിമ ചെയ്തത്. പ്രകാശ് വർമ്മ നായകനായ സിനിമയിൽ അതിൽ മമ്മൂക്ക ഒരു ഗസ്റ്റ് ക്യാമിയോ ചെയ്യുന്നുണ്ട്. അതിൽ കാരയ്ക്കാമുറി ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക ചെയ്യാനെടുത്തത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ചെയ്ത സിനിമ ചന്ദ്രോത്സവമാണ് 2005. ചന്ദ്രോത്സവം ഗംഭീരമായ ഹിറ്റ് അന്നല്ലായിരുന്നെങ്കിൽ പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സിനിമയാണ് ചന്ദ്രോത്സവം. 2006 പ്രജാപതി എന്ന സിനിമ സംവിധാനം ചെയ്തു. പക്ഷേ അത് പരാജയമായി മാറുകയാണ് ചെയ്തത്. കയ്യൊപ്പ് എന്ന സിനിമ ഇന്നും കൾട്ട് ക്ലാസിക്കായിട്ട് നിൽക്കുന്ന സിനിമയാണ്. അത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയാണ്. പിന്നീട് അങ്ങോട്ട് 2007 മോഹൻലാലിൻ്റെ നായകനായിക്കൊണ്ട് റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ഒരു കോമഡി മ്യൂസിക്കൽ ജോണർ നിൽക്കുന്ന സിനിമയാണ്. അതിന് പ്രത്യേകമായ ഫാൻ ബേസ് റോക്ക് ആൻഡ് റോൾ എന്ന സിനിമയ്ക്കുണ്ട്. പിന്നീടാണ് 2008 തിരക്കഥ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്. ഒരുപക്ഷേ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ മലയാളം കിട്ടിയ ആദ്യത്തെ സിനിമ തിരക്കഥയാണ്. പിന്നീട് കിട്ടിയ സിനിമയാണ് ഇന്ത്യൻ റുപ്പി. നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് വരാം. 2008 തിരക്കഥ എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹം ചെയ്തത്. പിന്നീട് അദ്ദേഹം കേരള കഫി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു സിനിമ ചെയ്തു. പിന്നീട് പാലരി മാണിക്യം എന്ന് പറയുന്ന സിനിമയും ചെയ്തു. ഇത് രണ്ടും ഭയങ്കരമായ അഭിപ്രായം കിട്ടിയ സിനിമയാണ്. 2010 അദ്ദേഹം കുറച്ചധികം സിനിമകൾ ചെയ്തു. അതിനകത്ത് 2010 അദ്ദേഹം നടനായിട്ട് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കറിയായിരിക്കും, മറ്റേ
മമ്മൂട്ടിയായിട്ട് നിൽക്കുന്ന സംവിധായകൻ്റെ രംഗം അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന അതാണ്. പിന്നീട് പ്രാഞ്ചേട്ടൻ എന്ന സെയിൻറ്റ് സിനിമ 2010 അദ്ദേഹം ചെയ്തെടുത്ത സിനിമയാണ്. ഒരു പക്ഷേ ഇന്നും ഭയങ്കരമായ ഫാൻ ബേസ് നിൽക്കുന്ന ഒരു സിനിമയാണ് പ്രാഞ്ചേട്ടൻ എന്ന സെയിൻറ്റ്. അതിൻ്റെ ഹ്യൂമർ വീണ്ടും വീണ്ടും ആളുകൾ യൂട്യൂബിലിരുന്ന് കാണുകയും ചെയ്യുന്ന സിനിമയാണ്. 2011 അദ്ദേഹം ഇന്ത്യൻ റുപ്പി എന്ന പൃഥ്വിരാജിനെ നായകനാക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്ത സിനിമ. ഒരു പക്ഷേ 2011 നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ മലയാളത്തിൽ കിട്ടിയ സിനിമയും കൂടിയാണ് ഇന്ത്യൻ റുപ്പി. അതിനും ഭയങ്കരമായ ഫാൻ ബേസ് ഇന്നുമുണ്ട്. 2012 അദ്ദേഹം സ്പിരിറ്റ് എന്ന സിനിമ ചെയ്യുന്നത്. ഇന്നും ആ സിനിമ സംസാരിക്കപ്പെടുന്ന സിനിമയാണ്. ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസിൻ്റെ പേരിൽ ഈ സിനിമയ്ക്ക് ബെസ്റ്റ് നാഷണൽ അവാർഡും കിട്ടുകയും ചെയ്തിരുന്നു. സോ അതും 2012 സംഭവിക്കുകയും ചെയ്ത സിനിമയാണ്. ആ സിനിമയ്ക്ക് ഭയങ്കരമായ ഫാൻ ബേസ് നിൽക്കുന്ന രഞ്ജിത്ത് എന്ന സംവിധായകൻ ചെയ്തെടുത്ത സിനിമകൾ ഇന്നും സംസാരിക്കപ്പെടുന്ന സിനിമകളായിട്ട് നിൽക്കുന്ന സിനിമയും കൂടിയാണ് സ്പിരിറ്റ്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ അടിതെറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം മാറുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സ്പിരിറ്റ് കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരിയർ നല്ലോണം ഡൗൺ ആയി. അതുവരെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തിരക്കഥാകൃത്തായിട്ട് ആറാം തമ്പുരാനും നരസിംഹവും ഒക്കെ തന്നെ നിൽക്കുന്ന ഘട്ടത്തിൽ രാവണപ്രഭുവിലൂടെ അദ്ദേഹം സംവിധായകനായി പീക്ക് ലെവലിലെത്തി. ആ പീക്ക് ലെവലിൽ നിന്ന് അദ്ദേഹം നന്ദനം പോലൊരു സിനിമ, വേറെ ജോണറിലൊരു സിനിമ സംവിധാനം ചെയ്ത് അങ്ങനെ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ പിന്നീട് അങ്ങോട്ട് ചെയ്ത സിനിമകളൊക്കെ തന്നെ ഹിറ്റ്. ഇപ്പോൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാവാത്ത ചന്ദ്രോത്സവവും കയ്യൊപ്പും ഒക്കെ തന്നെ ഇന്ന് ക്രിട്ടിക്സിനിടയിൽ ഭയങ്കരമായി സംസാരിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതേ സൈഡിൽ അദ്ദേഹം ബോക്സ് ഓഫീസിന് വേണ്ട രീതിയിലുള്ള മസാല പടങ്ങൾ ചെയ്യുന്നുണ്ട്. മസാല ഇൻ ദ സെൻസ് നിങ്ങൾ പറയുന്നത് ആ മസാലയല്ല, കൃത്യമായ ചേരുവകൾ എന്തൊക്കെയാണോ അതെല്ലാം അനുസരിച്ച് അദ്ദേഹം ചെയ്ത ബോക്സ് ഓഫീസ് സിനിമകളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒരു ഡൗൺഫോൾ സംഭവിക്കുന്നത് സ്പിരിറ്റ് എന്ന ചിത്രത്തിന് ശേഷമാണ്. സ്പിരിറ്റ് എന്ന ചിത്രത്തിന് ശേഷം 2013 അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് കടൽ കടന്നൊരു മാത്തുക്കുട്ടി. അതിനകത്ത് ഗസ്റ്റ് റോളിൽ മോഹൻലാലും ദിലീപും ജഗദീഷും ഒക്കെ തന്നെ ഉണ്ട്. വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പക്ഷേ പടം 8 നിലയിലാണ് പരാജയപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഞാൻ, ദുൽഖർ സൽമാനെ നായകനാക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്ത സിനിമ. അതും പരാജയമായി മാറി, വലിയ പരാജയമായി മാറി. 2015 ലാലേട്ടൻ നായകനായിക്കൊണ്ട് ലോഹം എന്ന സിനിമ രഞ്ജിത്ത് സംവിധാനം ചെയ്തു. ഭയങ്കര ഹൈപ്പ്. ലോഹത്തിന് കിട്ടിയ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് പോലും അല്ല. ഭയങ്കരമായ ഹൈപ്പാണ് ലോഹത്തിന് കിട്ടിയത്. പക്ഷേ ഹൈപ്പിന് 1% പോലും നീതി പുലർത്താൻ കഴിയാതെ ലോഹം തിയേറ്ററിൽ പരാജയപ്പെടുകയായിരുന്നു. 2016 ബിജു മേനോനെ നായകനാക്കിക്കൊണ്ട് ലീല എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. ആ സിനിമയിലെ ഒരു ആനയുടെ തുമ്പിക്കൈയിൽ ഒരു സ്ത്രീയെ ഭോഗിക്കുന്ന രംഗം വിനായകൻ ഉൾപ്പെടെ ഭയങ്കരമായി വിമർശിച്ചതും ആ സിനിമ കേരള ജനത തള്ളിവിടുകയും ചെയ്ത കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ലീല പരാജയപ്പെട്ടു. 2017 പുത്തൻ പണം എന്ന സിനിമ സംവിധാനം ചെയ്യുന്നു രഞ്ജിത്ത്. ആ സിനിമയും പരാജയപ്പെടുകയാണ്. അങ്ങനെ തുടർച്ചയായ പരാജയങ്ങൾ. സ്പിരിറ്റിന് ശേഷം രഞ്ജിത്ത് കൈവച്ച എല്ലാ സിനിമകളും പരാജയപ്പെടുന്ന കാഴ്ചയിലേക്കാണ് പോയത്. 2018 രഞ്ജിത്ത് അവസാനമായി ഒരു സിനിമ സംവിധാനം ചെയ്തത്. ആ സിനിമയുടെ പേരാണ് ഡ്രാമ. അതും പരാജയം. അങ്ങനെ സ്പിരിറ്റ് വരെ ഇങ്ങനെ നിൽക്കുന്ന രഞ്ജിത്ത് സ്പിരിറ്റ് കഴിഞ്ഞു ഒറ്റ താഴ്ചയാണ്. അതായത് പിന്നീട് ഈ ഗ്രാഫ് മേളിലോട്ട് പോയിട്ടില്ല. ഒരൊറ്റ താഴ്ചയാണ് രഞ്ജിത്തിൻ്റെ ജീവിതത്തിലുണ്ടായത്. പിന്നീട് അതിനുശേഷം അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങി. സിനിമ സംവിധാനത്തിൽ നിന്നും ഒന്നും കിട്ടാതെ വന്നപ്പോഴേക്കും അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് 2018 ശേഷം ഒരു 7-8 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകാശ് വർമ്മയെ നായകനാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ പ്രോജക്റ്റ് വെച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരവാനിൽ വെച്ചൊരു പെൺകുട്ടിയെ അതിക്രമിക്കുകയും ലൈംഗികപരമായി ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ രഞ്ജിത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. സോ ഈ ഒരു 8 വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ആരോ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ശ്യാമപ്രസാദും മഞ്ജു വാര്യരുമാണ് പ്രധാന വേഷത്തിലെത്തിയത്. ആ ഷോർട്ട് ഫിലിം അത്യാവശ്യം കുറച്ച് തരംഗമായി മാറിയെങ്കിൽ പോലും അത് രഞ്ജിത്ത് സംവിധാനം ചെയ്തുകൊണ്ട് ഈ കാസ്റ്റും ഉള്ളതുകൊണ്ട് തന്നെയാണ്. മമ്മൂട്ടി കമ്പനിയാണ് ആ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സിനിമയുടെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് പോയത്. ഇപ്പോൾ ഈ സിനിമ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം ഈ സിനിമയിൽ ഇനി എന്താവും അവസ്ഥ എന്നത് സംബന്ധിച്ച് ഒരു ധാരണയില്ല. കാരണം സംവിധായകനകത്താണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതാണ് രഞ്ജിത്തിൻ്റെ റൈസ് ആൻഡ് ഫോൾ ഇൻ ഹിസ് ഫിലിം കരിയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.